ഒരു ടീം വർക്കിൻ്റെ വിജയമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ടീം വർക്കിൻ്റെ വിജയമാണ് ഈ ഇലക്ഷനിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തുകൊണ്ട് ഭാവി കാര്യങ്ങളുടെ ഒക്കെല്ലാം ഒരു തീരുമാനങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. ഞങ്ങളുടെ പാർട്ടിയും ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എന്താണോ തീരുമാനങ്ങൾ എന്ന് ഐക്യ മുന്നണിയെ അറിയിക്കുന്നതാണ്. തങ്ങളെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ടീം വർക്കിൻ്റെ UDF ഞങ്ങൾ പ്രവചിച്ച പോലെ തന്നെ ഏതാണ്ട് 100-100ൻ്റെ മേലെയോ 100ൻ്റെ താഴെയോ എന്നുള്ളത് അവസാനിക്കുമ്പോഴേ അറിയുള്ളൂ. നല്ല വിജയമുണ്ടായി. ഇനി പരസ്പരം ഉള്ള കൂടിയാലോചനയിലൂടെ ഞങ്ങളെ ലീഡ് ചെയ്യുന്ന കോൺഗ്രസിനകത്ത് ചർച്ച നടക്കണം. അതുപോലെ തന്നെ അതിനുശേഷം അവർ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ച ഞങ്ങൾ പാർട്ടിയിൽ ചർച്ച നടത്തും, അല്ലേ സാഹിബ്? അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. ഞങ്ങളൊക്കെ വളരെ കാലം UDFിലും മന്ത്രിസഭയിലും ഒക്കെ ഇരുന്നതല്ലേ. അപ്പോൾ ആ പ്രൊസീജിയറൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല. ജനാധിപത്യ പാർട്ടികളാവുമ്പോൾ ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ രമ്യമായി നല്ല നിലയിൽ തീരുമാനിക്കും. അതാണ് ഈ ശുഭമുഹൂർത്തത്തിൽ പറയാനുള്ളത്. ഈ ശുഭമുഹൂർത്തത്തിൽ പിന്നെ വേണ്ട ഇതൊന്നും നിങ്ങൾ ചോദിച്ചേക്കരുത്. ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. യാതൊരു സംശയം. ഒരു ഹിസ്റ്ററി. ലീഗ് എപ്പോഴും ഹിസ്റ്ററി ഉണ്ടാക്കി മുന്നോട്ട് പോയ പാർട്ടിയാണ്. അപ്പോൾ നേരത്തെ പാണക്കാട് പൂക്കോയത്തങ്ങളുടെ കാലത്ത് ലീഗ് സ്വാധീനം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് സന്നിഹിതനായിരുന്നു. അപ്പോ ചേലക്കരയിൽ നിന്നുള്ള ആദ്യത്തെ വിജയം കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ചേലക്കരയിൽ നിന്ന് ഇതാ സിംഹഗർജനം. ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. LDF സ്ഥാനാർത്ഥി വിജയിച്ചു. UR പ്രദീപ് കഴിഞ്ഞ തവണ സിറ്റിംഗ് MLA ആയിരുന്നു. 29,386 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചേലക്കരയിൽ നിന്നും UR പ്രദീപ് ജയിച്ചു കയറിയിരിക്കുന്നു. ആദ്യത്തെ ഔദ്യോഗിക പ്രഖ്യാപനം വിജയം. എനിക്ക് തോന്നുന്നത് അപ്പേ കഴിഞ്ഞ ഒരാളില്ല, അല്ലേ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അപ്പേ കഴിഞ്ഞ ഒരാളില്ല. ചാണ്ടി ഉമ്മൻ അതുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. നമ്മൾ ജയിച്ചു അപ്പാ, നമ്മൾ ജയിച്ചു. രഹസ്യം അറിയാമോ? എന്റെ അയലത്തായിരുന്നു ഉമ്മൻചാണ്ടി താമസിച്ചത്. അഥവാ ഉമ്മൻചാണ്ടിയുടെ അയലത്തായിരുന്നു ഞാൻ താമസിച്ചത്. രണ്ട് കണക്കാ. രാവിലെയൊക്കെ പോകുമ്പോൾ കാണാറുണ്ടായിരുന്നു. ഈ രണ്ട് അപ്പയും മകനുമായിട്ടുള്ള സൗഹൃദവും ബന്ധവും ഒക്കെ കാണാറുണ്ട്. എന്തായാലും ചാണ്ടി ഉമ്മൻ യു ആർ നോട്ട് ആൻ ഓർഡിനറി മാൻ. ഇന്ന് രാവിലെ ചാണ്ടി ഉമ്മൻ ആ പള്ളിയിൽ പോയി, അവിടെ കല്ലറയിൽ പോയി, രാവിലെ 5 മണിക്കാണ് കല്ലറയിൽ പോയി. അവിടെ ഈ കൽവിളക്കിൽ വിളക്ക് കത്തിച്ച് അവിടെ പുഷ്പമൊക്കെ വെച്ചിട്ടാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ചോദിച്ചപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം എല്ലാ വോട്ടിൽ ഇറങ്ങുമ്പോഴേക്കും ആ പള്ളി പോകുമായിരുന്നു, ഈ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതേ ശീലം തുടരുന്നു. എന്നാൽ അപ്പന്റെ മകൻ തന്നെയാണ്. അപ്പന്റെ മകനാണ് മകൻ. ഇപ്പൊ വർക്കലയിൽ ഒരു സർവീസ് ആരംഭിച്ചിട്ടുണ്ട് പുതുപ്പള്ളിയിലേക്ക്. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കുടീരം കാണാനായിട്ട് ഒരു സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇനിയിപ്പോ അത് എനിക്ക് തോന്നുന്നറിയോ, നമ്മൾ ഈ വേളാങ്കണ്ണി പോലൊക്കെ ഒരു സ്ഥലമാവും. രമേശ് പിഷാരടി ഒരു സേഫ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. 10,817 വോട്ടിന്റെ ലീഡ് രമേശ് പിഷാരടിക്ക് ഇപ്പോൾ അവിടെയുണ്ട്. മറ്റൊരു കാര്യം, ചാത്തന്നൂരിൽ 822 വോട്ടുകൾക്ക് BJP മുന്നിലായിട്ടുണ്ട് എന്നുള്ളതാണ്. മാറി മറിയുന്നുണ്ട്. നമ്മുടെ ബിജോയി മുന്നിലാണ് വർക്കലയിൽ കേട്ടോ. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജില്ലാ സെക്രട്ടറി ബിജോയി ഇപ്പോൾ മുന്നിലാണ്. അതുപോലെ കടകപ്പള്ളി 1246 വോട്ടുകൾക്ക് ചെറുതായിട്ട് പതുക്കെ കയറുന്നുണ്ട്. 1246. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.